ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം അലി. സോ ദാറ്റ് ഈസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്തു പറയാൻ, ഞാൻ ആ ടോപ്പിക്കിലോട്ട് വരാം. നമ്മുടെ മലയാളത്തിൽ വന്നിട്ട് ഒരുപാട് രീതി, മലയാളമൊന്നുമല്ല, നമ്മുടെ സിനിമകളെന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള സിനിമകളുണ്ട്. മാസ് മൂവിയുണ്ട്, കോമഡി മൂവിയുണ്ട്, ക്ലാസ് മൂവിയുണ്ട്, അങ്ങനെ പല പല കാറ്റഗറിയിലാണ് സിനിമകൾ പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു കോമഡി പടം കാണാൻ പോകുന്നു. അപ്പോൾ ഒരു കോമഡി പടം കാണാൻ പോകുമ്പോൾ നമ്മളാദ്യം എന്ത് ചെയ്യും? നമ്മളാദ്യം നമ്മുടെ തലച്ചോറും കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ അവിടെ പോയി ആ സിനിമയിൽ കോമഡി കൊള്ളാമെങ്കിൽ മനസ്സ് നിറയെ നമ്മൾ ചിരിക്കും. മനസ്സ് നിറയെ ചിരിച്ച്, മനസ്സ് നിറയെ സന്തോഷിച്ച്, സൂപ്പർ പടം, കുറേ കാലത്തിന് ശേഷം ഒരു നല്ലൊരു സിനിമ കണ്ടു എന്നൊരിതിൽ നമ്മൾ പുറത്തിറങ്ങും. അതൊരു നല്ല കോമഡി ആണെങ്കിൽ നമ്മൾ ആ രീതിയിൽ ഇറങ്ങും. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഇടക്കാലത്ത് ഇറങ്ങിയ സിനിമയാണ് പ്രേമലു. എല്ലാവരും കണ്ടായിരുന്നല്ലോ. നമ്മളെല്ലാവരും ഒരു പ്രഷർ കുക്കറിൻ്റെ അകത്തിരിക്കുകയായിരുന്നു ആ സമയത്താണ് പ്രേമലു വന്ന് നമ്മളെല്ലാവരും കണ്ട്, നമ്മളെല്ലാം ഹാപ്പിയായി. നമ്മളൊരിക്കലും ആ പടത്തിനുള്ള നെഗറ്റീവ്സ് എന്താണ്, ആ പടത്തിനുള്ള ലോജിക് മിസ്റ്റേക്ക് എന്താണ്, അത് നമ്മൾ ശ്രദ്ധിക്കാൻ നിന്നില്ല. അത് ശ്രദ്ധിക്കാൻ നിൽക്കാത്തതുകൊണ്ടാണ് നമ്മൾ 130 കോടി 150 കോടിയൊക്കെ പ്രേമലു കളക്ട് ചെയ്തത്. പ്രേമലു എല്ലാവർക്കും അറിയാം, അതൊരു ക്ലീശ സിനിമയാണ്. എന്നിട്ടും ആ പടം വിജയിച്ചു. പിന്നെ അടുത്തൊരു സിനിമയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വന്നിട്ട് ഒരു ക്ലാസ് സിനിമ നമ്മൾ കാണാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ അതിൽ നോക്കും. അവിടെ മിസ്റ്റേക്ക്, ഇവിടെ മിസ്റ്റേക്ക്, കണ്ടിന്യൂറ്റി മാറിപ്പോയി, എഡിറ്റിങ് പോരാ, ഗ്രാഫിക്സ് പോരാ, പടത്തിൻ്റെ ഡയറക്ഷൻ പോരാ, ആക്ടിങ് പോരാ, ക്യാമറ പോരാ, ആർട്ട് പോരാ, അതുപോലെ ഇതുപോരാ എന്നിവയുള്ള എല്ലാ കുറ്റങ്ങളും പറയും. ആ കുറ്റങ്ങളൊക്കെ നമുക്ക് പറയാൻ അർഹതയുണ്ട്. കാരണം എന്ന് പറയുന്നത് അതൊരു ക്ലാസ് മൂവി, ഒരു ക്ലാസ് ജോണർ എന്ന രീതിയിൽ ഇറക്കുന്നൊരു സിനിമയാണ്. ഒരു ബുദ്ധിജീവി എന്ന് പറഞ്ഞ് ഇറക്കുന്ന സിനിമയാകുമ്പോൾ നമുക്കതിനെപ്പറ്റി കുറ്റം പറയാനുള്ള ഇതുണ്ട്. കുറ്റം പറയാനുള്ള കാര്യം ആ സിനിമയിലുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി കുറ്റം പറയാം. ആ ടൈപ്പ് സിനിമകളാണ് നമ്മൾ ഭയങ്കര ശ്രദ്ധിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളിങ്ങനെ തിയേറ്ററിൽ നോക്കിയിരുന്ന് കാണുന്ന സിനിമകളാണ് നമ്മൾ ഈ ക്ലാസ് മൂവീസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു സാധനമുണ്ട്, വർഷങ്ങളായിട്ടുള്ളൊരു സാധനമാണ്, അതാണ് മാസ് എന്ന് പറഞ്ഞാൽ അടിപ്പടം. നരസിംഹം, മാറാൻ തമ്പുരാൻ, വരിയേട്ടൻ എന്നിവ ശ്രേണിയിലൊക്കെ വരും. നമ്മളെ പോക്കർ രാജ, മധുര രാജ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ലോജിക് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അത് മാത്രമേ കാണത്തുള്ളൂ, വേറൊരു തേങ്ങയും കാണത്തില്ല. പിന്നെ വന്നിട്ട് എന്ത് പറയാൻ, ഒരു സ്ഥിരം ഒരു ഫോർമാറ്റ് ആയിരിക്കും. ആ ഫോർമാറ്റിലും വേറെ മാറ്റമൊന്നുമില്ല. വർഷങ്ങളായിട്ടുള്ള ഒരു ഫോർമാറ്റ്. ഒരു നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരനായ വില്ലൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വില്ലനായിരിക്കും. അവൻ ആ ഏരിയയിൽ ഏറ്റവും വലിയ പ്രശ്നക്കാരനായിരിക്കും. അങ്ങനെയുള്ള ഒരുത്തന്നെ ഒരു നാട്ടിൽ നിന്ന് വരേണ്ട വേറെ അടുത്തും പോയി, അവനാണെങ്കിൽ നായകൻ. ആ നായകൻ പോയിട്ട് ആ വില്ലനെ ഓട്ടിച്ച് അടിച്ച് വില്ലൻ്റെ വലിയ സാമ്രാജ്യം അടിച്ച് നശിപ്പിക്കും. അതൊക്കെ ചെയ്ത് ആ പടം അങ്ങ് പോകും. വില്ലനെ കൊന്നിട്ട് അതങ്ങ് പോകും. അതൊക്കെയാണ് നമ്മൾ ഈ മാസ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാസ് സിനിമയിൽ നമ്മൾ ഒരിക്കലും പോയിട്ട് ആ ലോജിക്ക്, ഈ ലോജിക്ക്, മറ്റേ ലോജിക്ക്, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിരുന്ന് കാണും. അങ്ങനെ കാണാതെ സിനിമയെ നല്ല അന്തസ്സായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്ന കുറച്ച് അണ്ണന്മാർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഇന്നലെ ഞാനാണെങ്കിൽ നമ്മുടെ മമ്മൂക്കയുടെ ടർബോ എന്നുള്ള സിനിമ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ടർബോ കണ്ടു. എനിക്ക് ടർബോ വന്നിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് വന്നിട്ട് ഒരു ആവറേജാണ്. ആവറേജ് എന്ന് പറയുന്നതിൽ പടത്തിന് ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. പടത്തിന് വന്നിട്ട് കോമഡി ഉണ്ട്, ചെറിയൊരു ഫൈറ്റ് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് ചെറിയൊരു സെൻറ്റിമെൻറ്റ്സുമായിട്ട് ഫസ്റ്റ് ഹാഫ് അങ്ങ് പോയി നിൽക്കും. ഫസ്റ്റ് ഹാഫ് കണ്ടു തീർന്നതിന് ശേഷം പടം കൊള്ളൂല, പടം മോശം എന്നൊരു കൺസെപ്റ്റ് എനിക്ക് വന്നില്ല. കാരണം ഇത് തന്നെയാണ്. ഇതിൽ കൂടുതൽ എന്തിനെടുത്ത് വെച്ച് കഴിക്കാൻ? കാരണം സിനിമയുടെ കഥയിലോട്ട് പോകണ്ടേ? വെറുതെ കയറി സിനിമയിലോട്ട് കയറാൻ പറ്റുമോ? സിനിമ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പടത്തിൻ്റെ കോറായിട്ടുള്ള സ്റ്റോറിയിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടൈം എടുത്തു. ആ ടൈം എടുത്തതിന് ശേഷം പടം സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം കണ്ടതല്ല. ആദ്യം വന്നിട്ട് സിനിമ ഒരു ലെവലിൽ നല്ല രീതിയിൽ ഇങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് ആയപ്പോൾ സിനിമ ഇങ്ങനെ പോകുന്നു, നിർത്താതെ പോകുന്നു എന്ന് പറഞ്ഞാൽ അടി ചേസ് എന്ന രീതിയിൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തൊരു സ്പീഡ്! ഡബിൾ ടർബോ എഞ്ചിൻ അടിച്ച് അങ്ങനെ പോയി സിനിമ വന്നിട്ട് കതറി കുറേ കാലത്തിന് ശേഷം തിയേറ്ററിൻ്റെ അകത്ത് നിന്ന് ആർപ്പ് വിളിച്ച് വലിയ സന്തോഷത്തോടെയാണ് സിനിമ കൊണ്ട് പുറത്തിറങ്ങി നല്ല രീതിയിൽ റിവ്യൂ ഇട്ട്, ഭയങ്കര ഹാപ്പിയായിട്ട് റിവ്യൂ ഒക്കെ ഇട്ട്
എന്നിട്ട് ഞാൻ സോഷ്യൽ മീഡിയ നോക്കിയില്ല. ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയ നോക്കിയപ്പോഴാണ് അതിൽ കിടക്കുന്നത്. കുറേ മാരെ ഇരുന്ന്, അത് വലിയ വലിയ യൂട്യൂബേഴ്സ്, വലിയ വലിയ അണ്ണന്മാർ, നമ്മളെ കോക്കാച്ചിയും നമ്മുടെ വേറൊരു അണ്ണ ഉണ്ടല്ലോ, നമ്മളെ ഉണ്ണി ബ്രോ, പിന്നെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ അവരെ പേരുകൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതിലൊരാൾ എൻ്റെ ഒരു ഏകദേശം എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് വരും. ഒരു ചെറിയൊരു കണക്ഷൻ ഞങ്ങൾ തമ്മിലുണ്ട്. അതുകൊണ്ട് പുള്ളിയെപ്പറ്റി ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളത് ചെയ്യേണ്ടായിരുന്നു. നിങ്ങൾ വെറുതെ ആ നെഗറ്റീവ് റിവ്യൂ ആ പാവപ്പെട്ട മനുഷ്യൻ്റെ സിനിമയെ പറ്റി ഇടണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ അതൊരു മാസ് പടമാണെന്ന്. അത് ക്ലാസ് അല്ല, അത് കാതൽ പോലെ ഒരു ക്ലാസ് ആയിട്ടുള്ള സിനിമ അല്ല. അത് വന്നിട്ടൊരു പക്കാ മാസ് പടമാണ്. അപ്പം മാസ് പടത്തിൽ ആരെങ്കിലും ലോജിക്ക് നോക്കിയിട്ട് പോയിട്ട് കാര്യം ഉണ്ടാകുമോ? പ്രേമലോകം കണ്ടിട്ട് നിങ്ങൾ നല്ലതെന്ന് പറഞ്ഞ ആളല്ലേ? നീയൊക്കെ നല്ലതെന്ന് പറഞ്ഞു, നീ എല്ലാം കണ്ടിട്ട് നല്ലതെന്ന് പറഞ്ഞു. പിന്നെ ഓക്കെ, പിന്നെ വന്നിട്ട് നമ്മളെ രജനീകാന്തിൻ്റെ ജയിലർ ഇറങ്ങിയപ്പോൾ എന്തൊരു ആഘോഷമായിരുന്നു. ഇവനൊക്കെ കോക്കാച്ചിയും ബാക്കിയുള്ളവന്മാരും അയ്യോ എന്തൊരു പടം, മറ്റേ പടം, മറിച്ച പടം. അതിനൊക്കെ എന്തൊരു ലോജിക് മിസ്റ്റേക്ക് ഇല്ലേ? അതിനൊന്നും ചെറിയ ലാഗില്ലേ? അതെന്തറിയ നീ അതിനെപ്പറ്റി പറയാത്തത്? സശാമ് എനിക്കറിഞ്ഞില്ല. അവൻ എല്ലാണോ ഇരുന്നങ്ങ് പറയാണ് പടം പോരാ, പടത്തിന് ഫേസ് കുറവ്, സ്പീഡ് കുറവ്. നീയൊക്കെ വേറെ ആരെങ്കിലുമൊക്കെ ഫാനായിരിക്കും. പക്ഷെ നീയൊക്കെ ഇപ്പം ചെയ്യണമെന്ന് പറഞ്ഞാൽ റിവ്യൂ ആണ്. സശാന്ത് ബ്രോ, നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾ വന്നിട്ട് രണ്ടുപേരെ ഫാനാണ്. അതിൽ വന്നിട്ട് വിജയുടെ സിനിമകൾ ഏതിറങ്ങിയാലും ആ പടം വെറും കൂറയാണെങ്കിലും താൻ പറഞ്ഞൊരിതുണ്ട്, വിജയുടെ സിനിമയിൽ ലോജിക്ക് നോക്കേണ്ട കാര്യമില്ല, ആ പടം അടിപൊളിയായിരിക്കും, പടം അതായിരിക്കും ഇതായിരിക്കും എന്ന് പറയണം നീ എൻ്റെ. എന്നിട്ടാണ് നീ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ റിവ്യൂ പറഞ്ഞത്. നിൻ്റെ ഒരുമാത്തൊരു ഉണ്ടാക്കിയൊരു റിവ്യൂ ആയിപ്പോയി ബ്രോ. എന്തൊരു റിവ്യൂടെ നീ ഇറങ്ങുന്നത്? അപ്പം നിൻ്റെ സ്വാതന്ത്ര്യം നിനക്ക് തോന്നിയതുകൂടെ നിനക്ക് പറയാം, പറഞ്ഞുകൂടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് നീ പറയുമ്പോൾ അതിൽ മാറ്റം വരത്തില്ല. എല്ലാവർക്കും ഒരേപോലെ പറയണൂടെ? അല്ലാതെ നിൻ്റെ ഫാൻസുകാർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെടുന്ന നായകൻ്റെ സിനിമ അതിന് എത്ര കൂറയാണെങ്കിലും അത് എത്ര സീരിയലാണെങ്കിലും നീ പറയും അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. എന്നിട്ട് അടുത്തൊരുത്തൻ്റെ പടത്തിന് അങ്ങ് കൊല്ലും, അങ്ങ് കൊന്ന് അവനങ്ങ് അർമാദിക്കും. എന്നിട്ട് നീയൊക്കെ ന്യൂട്രലായിട്ട് നിൽക്കുന്ന സിനിമയിൽ നീയൊക്കെ നല്ല റിവ്യൂ പറയും. അങ്ങനെയല്ല അണ്ണാ നീ റിവ്യൂ ഉണ്ടാക്കാണ്. നീ എന്ന് മാത്രമല്ല, നീ ആണെങ്കിലും പിന്നെ നമ്മൾ കോക്കാച്ചി ആണെങ്കിലും അങ്ങനെ റിവ്യൂ ഉണ്ടാക്കാൻ പാടില്ല. കോക്കാച്ചി, നിനക്ക് കുറേ നെഗറ്റീവ് പറഞ്ഞാൽ നിനക്ക് ഒരുപാട് ഫാൻസ് വരും. നിൻ്റെ ഫാൻസുകാരൊക്കെ നീ പറയണത് കേൾക്കും. നിനക്ക് നല്ല ഫാൻ ബേസ് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നീ നല്ല രീതിയിൽ നീ പറയുന്ന പോലെയുള്ള പന്ന റിവ്യൂ വേറെ ആരും പറയുന്നില്ല. എടാ അതൊരു സിനിമ ഇൻഡസ്ട്രിയാണ്ടാ, ഇതൊരു സിനിമ ഇൻഡസ്ട്രിയാണ്. നിനക്കൊരു വിചാരമുണ്ട് നീ വെറുതെ ഇരുന്ന് കുറെ കോമഡിയും കാണിച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ, ആൾക്കാർക്ക് അതൊക്കെ കാണാൻ ഇഷ്ടമാണ്. നിൻ്റെ കോമഡി തന്നെ കാണാൻ തന്നെയാണ് ആൾക്കാർ വരുന്നത്. പക്ഷെ ഒരു ബേസിക്കായിട്ട് സംസാരിക്കണം. നീ വീണ്ടും ഇപ്പോഴും നീ ഇന്നത്തെ നിൻ്റെ റിവ്യൂ കണ്ടിട്ട് എനിക്ക് തോന്നിയതെന്നറിയാമോ? നീ ഇപ്പോഴും FFCയുടെ അഡ്മിനായിട്ടിരിക്കണ അവിടെ തന്നെയാണ്. അല്ലാതെ വേറെ ഒരു മാറ്റവും എനിക്കില്ലടാ. നിൻ്റെ വെറും ചൊറിഞ്ഞ ഇതും. നിനക്കൊക്കെ നല്ല പ്രായമായില്ലടേ, ഇനിയെങ്കിലും ഫാൻ ഫൈറ്റ് വിടറേ. നീയൊക്കെ 15 വയസ്സ് 20 വയസ്സൊന്നും അല്ലടേ, നിനക്കൊക്കെ നല്ല പ്രായമായി. എന്നെപ്പോലെ നിനക്കൊക്കെ പ്രായമുണ്ടേ. നീയൊക്കെ ആ രീതിയിൽ സംസാരടേ. നീയൊക്കെ വെറുതെ ഫാൻ എന്നുള്ള രീതിയിൽ സംസാരിക്കണ്ടേ? നിൻ്റെയൊക്കെ കുരുപൊട്ടി ഈ സിനിമ ഉണ്ട്, നിൻ്റെയൊക്കെ കുരുപൊട്ടി എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. കുരുപൊട്ടിയോണ്ടാണല്ലോ നീ ഇതൊക്കെ പറഞ്ഞത്. പിന്നെ ഉണ്ണിയുടെ നീ വന്നിട്ട് നമ്മൾ കണ്ണൂർ സ്കോഡ് കണ്ടിട്ട് ഞാൻ നിൻ്റെ ഒരു നല്ലൊരു നിൻ്റെ ഒരുപാട് റിവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. നിൻ്റെ ഏകദേശമുള്ള റിവ്യൂസൊക്കെ കണ്ണൂർ സ്കോഡിന് മുമ്പേ വരെയുള്ള നിൻ്റെ ഏകദേശമുള്ള എല്ലാ റിവ്യൂസും കണ്ടിട്ടുണ്ട്. നിൻ്റെ റിവ്യൂസ് വന്നിട്ട് ജെന്യൂൻ ആയിരുന്നു. ആ ഒരു ജെന്യൂനിറ്റി നിനക്ക് ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് നീ ഒന്നുമില്ലായ്മയിൽ നിന്ന് നീ ഒരു ലെവലിലോട്ട് വന്നത്. ആ ഒരു ലെവലിലോട്ട് നീ എത്തേണ്ട ഒരു ലെവൽ എത്തിയതിനു ശേഷം പിന്നെ ഉള്ള നിൻ്റെ റിവ്യൂസ് എന്ന് പറയുന്നത് വെറും മോശവും ബയസ്ഡും ഉണ്ട്. നിൻ്റെ കണ്ണൂർ സ്കോഡിൽ നീ ഇട്ട വെറും ഉണ്ടാക്കിയ റിവ്യൂ, വെറും പുളുത്തിയ റിവ്യൂ, നിൻ്റെ പുളുത്തിയ റിവ്യൂ ആയിരുന്നു കണ്ണൂർ സ്കോഡിൽ ഇട്ടത്. അന്ന് തൊട്ട് നിന്നെ ഞാൻ നോക്കി വെച്ചിരിക്കുകയാണ്. അന്ന് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയില്ല അണ്ണാ നിന്നെപ്പറ്റി എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കൊക്കെ പറയണതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, അതിൽ കൂടുതൽ പറയാനും പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. നിനക്കൊക്കെ നിനക്കൊക്കെ കുരു പൊട്ടിയാണ്. ഒരു നല്ല സിനിമ കാണുമ്പോൾ കുരു പൊട്ടിയാണ്. നിനക്കൊക്കെ തമിഴ് പടത്തിനെ പൊക്കാനും നിനക്ക് തമിഴ് പടത്തിനെ കയറ്റി വയ്ക്കാനും നിനക്കറിയാം. എന്നിട്ട് മലയാള സിനിമയൊക്കെ നീയൊക്കെ കാറടിച്ച് കാണിക്കും. പടം കൊള്ളുമില്ല, പടത്തിന് ലോജിക് മിസ്റ്റേക്ക്, പടം ഇഴഞ്ഞു പോകണം. നീ ഒരു കാര്യം ചെയ്യും, പടത്തിനെ നീ കുറച്ചുകൂടെ വലുതാക്കി വില നീയൊക്കെ നല്ല സിനിമ എടുത്ത് കാണിച്ച് കളയും. നിന്നെ കൊണ്ടൊന്നും ഒരു കഴിവുമില്ല. ഇരുന്ന് ചുമ്മാ കുറ്റം പറയാൻ വേണ്ടി മാത്രമേ വേണം. എടാ റിവ്യൂ പറയടാ, അത് മാന്യമായിട്ട് പറയടാ, മാന്യമായിട്ട് പറ. കോക്കാച്ചി, എടാ ഉണ്ണി, സശാമേ, റിവ്യൂ പറ, മാന്യമായിട്ട് പറ. നീയൊക്കെ
നിനക്കൊക്കെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ പടം വെറും മോശപ്പടം. ബാക്കിയുള്ള പടമൊക്കെ നീയൊക്കെ നല്ല റിവ്യൂ ഇടുകയും ചെയ്യും. പിന്നെ നിനക്കൊക്കെ ഇഷ്ടപ്പെടണവന്മാരെ റിവ്യൂ നീയൊക്കെ കുഴപ്പമില്ല ഇടുകയും ചെയ്യും. ശരിയാവില്ല. ഇങ്ങനെ റിവ്യൂ ഇട്ട് സ്വന്തം വില കളയാന്നല്ലാതെ വേറെ ഒരു ഉപയോഗം ഇല്ല. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. നീയൊക്കെ റിവ്യൂ ഇട്ടിട്ട് മമ്മൂട്ടിയുടെ സിനിമ പൊട്ടിപ്പോയി എന്നാണ് നിൻ്റെയൊക്കെ വിചാരം. അങ്ങനെയൊന്നും അല്ല എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. നീയൊക്കെ ഇനി എന്തിനൊക്കെ റിവ്യൂ ഇട്ടാലും നീയൊക്കെ ഇനി എന്തിനൊക്കെ പറഞ്ഞുണ്ടാക്കിയാലും അയാളെ പടം കൊള്ളാമെങ്കിൽ മൗത്ത് പബ്ലിസിറ്റിയിൽ അത് കയറി വന്നോളൂ. കയറി വന്ന ചരിത്രമുണ്ട്, ഇനിയും കയറി വരും. ഭീഷ്മയൊക്കെ വെറും കൂറപ്പടമെന്ന് പറഞ്ഞവനാണ് മറ്റേ ഇവൻ കോക്ക്. അവൻ ആ പടം കണ്ട് അവന് ഇഷ്ടപ്പെട്ടില്ല. അവൻ്റെ കുരു പൊട്ടി അങ്ങ് തകർന്നു പോയി. കാരണം അവൻ്റെ ആൾക്കാർ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം മമ്മൂട്ടിയുടെ എന്തിനിതൊക്കെ ഗ്രോ അപ്പ് മാൻ. ഐ എം ജസ്റ്റ് സെയിങ് ടു ഓൾ ദ യൂട്യൂബേഴ്സ് ഹൂ ഇസ് പുട്ടിങ് ദിസ് ടൈപ്പ് ഓഫ് bad reviews against good movies. Grow up, man, grow up. Think what is your age. You are not in 20s and all that to sit and fight, to do fan fights and all that. Just leave it, man. ഒരു നല്ലൊരു സിനിമ കണ്ടു, നല്ലൊരു ഹാപ്പി ആയിട്ട് പറഞ്ഞതിനേക്കാളും അല്ലാതെ വെറുതെ എന്തിനു ടാറടിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഗൈസ്. എനിക്ക് പറയണമെന്ന് തോന്നി, ഞാൻ വന്നു, എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ. So if you like my blog, please like, please subscribe, please share my video. Okay. If you don't like my video, share and channel, subscribe and channel, okay. So that's guys. Thank you so much for watching my blog. അമുക ടർബോ ഒരു രക്ഷയില്ല. ടർബോ വേറെ ലെവല്. പടം ഒരു പ്രാവശ്യം കണ്ട് ഇനി പടം 3 പ്രാവശ്യം കൂടെ കാണും. ആ 3 പ്രാവശ്യം കാണാനുള്ള സിനിമയിലുണ്ട്. ഓക്കെ, താങ്ക് യു അമുക.